ഇത് ISROയുടെ ബാഹുബലി എന്നറിയപ്പെടുന്ന LVM-3 M6 ആണ്. ഈ M6 എന്നതിലൂടെ സൂചിപ്പിക്കുന്നത് ഇത് ഈ റോക്കറ്റിൻ്റെ 6ാമത്തെ മിഷൻ ആണ് എന്നുള്ളതാണ്. 2025 ഡിസംബർ 24 രാവിലെ 8:54 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുമാണ് ഈ ലോഞ്ചിങ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു കൊമേഴ്ഷ്യൽ മിഷനാണ്. ISROയുടെ കൊമേഴ്ഷ്യൽ വിങ്ങായ NSIL ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ ലോഞ്ചിങ് നടക്കുന്നത്. ഇതിലെ പേലോഡ് US ബേസ്ഡ് മൊബൈൽ കമ്പനിയായ AST സ്പേസ് മൊബൈലിൻ്റെ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 സാറ്റലൈറ്റ് ആണ്. ഇതിനെ ബ്ലൂബേർഡ് 6 എന്നും അറിയപ്പെടുന്നുണ്ട്. AST സ്പേസ് മൊബൈലിൻ്റെ സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായുള്ള 6ാമത്തെ സാറ്റലൈറ്റാണിത്. ലോകത്തിലെ തന്നെ ആദ്യ സ്പേസ് ബേസ്ഡ് സെല്ലുലാർ ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം. അതായത് മറ്റ് സാറ്റലൈറ്റ് നെറ്റ്വർക്കുകളിൽ നിന്നും വ്യത്യസ്തമായി ഡയറക്റ്റായി സാധാരണ മൊബൈൽ ഫോണുകളിലേക്ക് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഈ പ്രോജക്റ്റിൻ്റെ ആദ്യഘട്ടമായ ബ്ലൂബേർഡ് ബ്ലോക്ക് 1 അതിനെ ബ്ലൂബേർഡ് 1 to 5 എന്നും പറയുന്നു. ഏതാണ്ട് 693 സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ഫേസ്ഡ് അറേ ആൻറ്റിനകൾ 2022 സെപ്റ്റംബറിൽ സ്പേസ് എക്സിൻ്റെ സഹായത്തോടെ പല ഓർബിറ്റുകളിലായിട്ട് സ്ഥാപിച്ചിരുന്നു. ഇപ്പോൾ നടക്കുന്നത് ആ പ്രോജക്റ്റിൻ്റെ അപ്ഗ്രേഡഡ് വെർഷനായ പ്രോജക്റ്റ് ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ആണ്. ഇതിൽ ഏതാണ്ട് നേരത്തെ ഉള്ളതിൽ നിന്നും 3.5 ഇരട്ടി വലുപ്പമുള്ള ഫേസ്ഡ് അറേ ആൻറ്റിനയാണ് വിക്ഷേപിക്കുക. ഏതാണ്ട് 2400 സ്ക്വയർ ഫീറ്റാണ് ഈ ഫേസ്ഡ് അറേ ആൻറ്റിനയുടെ വലിപ്പം. ഇത് ലോ എർത്ത് ഓർബിറ്റിലേക്ക് LEO ലോ എർത്ത് ഓർബിറ്റിലേക്കാണ്, അതായത് 520 കിലോമീറ്റർ ആണ് ആൾട്ടിറ്റ്യൂഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ബേസ്ഡ് മൊബൈൽ നെറ്റ്വർക്കിൻ്റെ, അതായത് ടവറുകൾ ഉപയോഗിച്ചുള്ള മൊബൈൽ നെറ്റ്വർക്കിൻ്റെ പ്രധാന പ്രശ്നം റേഞ്ച് പ്രോബ്ലമാണ്. ഈ പ്രോജക്റ്റ് പൂർണ്ണതയിലെത്തുന്നതോടുകൂടി ആ റേഞ്ച് പ്രോബ്ലംസ് പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത്. മൊബൈൽ ടവറിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ലോകത്തിൽ എവിടെയും, അതായത് കാടോ മലയോ സമുദ്രമോ എവിടെയായാലും സാധാരണ മൊബൈൽ ഫോണുകളിലേക്ക് പോലും ഓർബിറ്റിൽ നിന്നും ഡയറക്റ്റായിട്ട് ബ്രോഡ്ബാൻഡ് ഡാറ്റ ബീം ചെയ്യാൻ സാധിക്കും, ബ്രോഡ്ബാൻഡ് സിഗ്നൽ ബീം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ISROയ്ക്ക് ഇത് ശരിക്കും ഒരു ടെക്നോളജി ചലഞ്ച് തന്നെയാണ്. പ്രധാനമായും ഇതിൻ്റെ പേലോഡ് ഇതുവരെ ലോഞ്ച് ചെയ്തതിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ പേലോഡാണ്. ഏതാണ്ട് 6100 കിലോഗ്രാമാണ് ഇതിൻ്റെ ഭാരം. ഇതിനു മുമ്പ് വൺ വെബിന് വേണ്ടിയിട്ട് 5830 കിലോഗ്രാം ഭാരമുള്ള 36 സാറ്റലൈറ്റുകൾ അന്ന് വിജയകരമായി ലോഞ്ച് ചെയ്തിരുന്നു. മറ്റൊരു കാര്യം പറഞ്ഞാൽ LVM-3യുടെ ഡിസൈൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 4200 കിലോഗ്രാം വരെയാണ്. അത് GTO വരെയാണ്, അതായത് ജിയോ സിൻക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റ് വരെയാണ്. അപ്പോൾ 6 ടൺ പേലോഡ് LEOയിൽ, അതായത് ലോ എർത്ത് ഓർബിറ്റിൽ എത്തിക്കുക മാത്രമല്ല, അതിനുശേഷം 2400 സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ഫേസ് അറേ ആൻറ്റിന കൃത്യമായി വിന്യസിക്കുക, എല്ലാം വളരെ പ്രിസൈസായിട്ട് നടക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഈ റോക്കറ്റിൻ്റെ തന്നെ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റിയും ടെസ്റ്റ് ചെയ്യപ്പെടും. ഇത്രയും ഹെവിയായ പേലോഡ് വെച്ച് ഈ ലോഞ്ചിങ് നടക്കുമ്പോൾ തീർച്ചയായും ഇതിൻ്റെ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റിയും ടെസ്റ്റ് ചെയ്യപ്പെടാനുള്ളൊരു അവസരം ഉണ്ടാവും. മൊത്തത്തിൽ നിലവിലുള്ള റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ISROയ്ക്ക് ഉദ്യമം അതിൻ്റെ പൂർണ്ണ വിജയത്തിൽ എത്തിക്കാൻ സാധിക്കൂ. മിഷൻ വെഹിക്കിളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ നീളം 43.5 മീറ്ററാണ്. മൊത്തം ഭാരം 640 ടൺ, അത് ഇൻക്ലൂഡിംഗ് പേലോഡാണ്. ഇതിൽ മൊത്തം 3 സ്റ്റേജുകളാണുള്ളത്. ഒന്നാമത്തെ സ്റ്റേജിൽ 2 സോളിഡ് ബൂസ്റ്റർ S200 സോളിഡ് ബൂസ്റ്റേഴ്സ് ഉപയോഗിക്കും. രണ്ടാമത്തെ സ്റ്റേജിൽ കോർ സ്റ്റേജാണ് ലിക്വിഡ് L110 ആണ് യൂസ് ചെയ്യുന്നത്, ലിക്വിഡ് കോർ സ്റ്റേജ്. പിന്നെ മൂന്നാമത്തെ, അതായത് അവസാനത്തെ സ്റ്റേജ് C25 ക്രയോജനിക് അപ്പർ സ്റ്റേജ് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ CE20 എൻജിൻ ആണ് യൂസ് ചെയ്യുന്നത്. 28.5 ടൺ LOX LH2, അതായത് ലിക്വിഡ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ, ലിക്വിഡ് ഹൈഡ്രജൻ ആണ് യൂസ് ചെയ്യുന്നത്. അവസാന നിമിഷത്തിലെ ക്രൂഷ്യലായിട്ടുള്ള ഓർബിറ്റൽ ഇൻസേർഷൻ മാനുവേഴ്സ് നടക്കുന്നത് ഈ എൻജിൻ യൂസ് ചെയ്തായിരിക്കും. ചുരുക്കത്തിൽ ഇതൊരു ഹൈ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ഡെമോൺസ്ട്രേഷനാണ്. ഈ മിഷൻ്റെ വിജയം ISROയ്ക്ക്
കൊമേഴ്ഷ്യൽ സാറ്റലൈറ്റ് ലോഞ്ചിങ്ങിൽ ലോകത്തിൽ തന്നെ വ്യക്തമായ ആധിപത്യം ഉറപ്പിക്കാൻ സാധിക്കും. ISROയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.